നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇതാണ്, ബിസ്കോഫിൻ്റെ സ്പ്രെഡ്. ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പ്രെഡാണിത്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു റെസിപ്പി ആയിരുന്നു ഇത്. അതിൽ ഒരു കമൻറ്റ് വല്ലാതെ മനസ്സിൽ തട്ടിയ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ചേച്ചി, ഈ ഒരു ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡ് വേണമെന്നോ കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞു കുട്ടികൾ വല്ലാതെ വാശി പിടിക്കാറുണ്ട്. അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാറില്ല, കാരണം അത്രയധികം കോസ്റ്റ്ലിയാണ് ഈ ഒരു സ്പ്രെഡ്. അതൊന്നും ഉണ്ടാക്കി കാണിക്കാമോ, സെയിലൊന്നും ചെയ്യാനല്ല, വീട്ടിൽ മക്കൾക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് കേട്ടോ. ശരിക്കും അത് കണ്ടപ്പോഴാണ് ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. അപ്പം എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കണം എന്ന് വെച്ചാൽ കുറേ ആയി ഞാനിത് ട്രൈ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് അവസാനം കറക്റ്റ് ആ ഒരു റെസിപ്പി, കറക്റ്റ് എന്ന് പറഞ്ഞാൽ 100% ഞാൻ എന്തായാലും പറയില്ല, 90% അതേ ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഇത് വളരെ കുറഞ്ഞ ചിലവിലാണ് ഈ ഒരു സ്പ്രെഡ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു സ്പ്രെഡ് വെച്ച് നമുക്ക് ലോട്ടസ് ബിസ്കോഫിൻ്റെ കേക്ക് ചെയ്യാം. ഇപ്പോൾ ലോട്ടസ് ബിസ്കോഫിൻ്റെ കേക്ക് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുള്ള സ്പ്രെഡും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡ് വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഇത് കേക്ക് ഉണ്ടാക്കാൻ മാത്രമല്ല, നമുക്കിത് ബ്രെഡിൽ തേച്ചിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ ബ്രെഡിൽ തേച്ചിട്ട് കഴിക്കാനായിട്ട്. ഇപ്പം കുട്ടികൾ ന്യൂട്രലൊന്നും ഇപ്പോൾ വേണ്ട, ഇത് മതി എന്ന് പറയും ഇത് ഉണ്ടാക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് ലോട്ടസ് ബിസ്കോഫിൻ്റെ സ്പ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. 1/4 കപ്പ് ഫ്രഷ് ക്രീം എടുക്കാം. ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പാല് എടുത്തിരുന്നാൽ മതി. അതിൻ്റെ കൂടെ നമുക്ക് 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇപ്പം ഞാൻ പാല് മാത്രം വെച്ച്, ഫ്രഷ് ക്രീം ഇല്ലാതെ പാല് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ കുറച്ചും കൂടെ ആ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രഷ് ക്രീമും കൂടെ എടുക്കുന്നത്. പാല് മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പാലെടുത്തിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ ഫ്രഷ് ക്രീമിൻ്റെ കട്ടകളൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരുമിച്ച് 1/2 കപ്പ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ മിക്സ് ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് 2 ആയിട്ട് ഒഴിച്ചത്. അപ്പോൾ അത് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര അങ്ങ് വെതറിയിട്ട് കൊടുക്കാം എല്ലായിടത്തോട്ടായിട്ട്. ഇപ്പോൾ നമ്മൾ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് റെഡിയായി കിട്ടും. നോൺ സ്റ്റിക്ക് ആയാലും കുഴപ്പമൊന്നുമില്ല. സ്റ്റീലിൻ്റെ പാത്രം എടുക്കണ്ട, പെട്ടെന്ന് ഇങ്ങനെ കരിഞ്ഞു പോകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും സൈഡിൽ നിന്നൊക്കെ ചെറിയതായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് ചൂടായി അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡാർക്ക് കളറായി വരുമ്പം നമുക്ക് തീ വളരെ കുറച്ച് വെച്ച് കൊടുക്കണേ. എല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴൊക്കെ നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോയി നടുഭാഗം ആവാതെ ഇരിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക് ആവണ്ട, എന്നാൽ അത്യാവശ്യം നല്ലൊരു കളർ വന്നിട്ടുണ്ട്. അത് മതി. മൊത്തം പഞ്ചസാര മെൽറ്റായിട്ട് വരികയും വേണം. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിരുന്നാലും മതി. പക്ഷെ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ ചേർക്കണേ. ഇപ്പോൾ ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും ഫ്രഷ് ക്രീമും ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോഴത്തേക്കും നമ്മൾ പഞ്ചസാരയെല്ലാം നല്ല കട്ടിയായിട്ടുണ്ടാവും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കുറച്ച് സമയം ഒന്ന് ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും അതങ്ങ് മെൽറ്റായി വന്നോളൂ. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ടയാണ്, സിനമൺ സ്റ്റിക്കില്ലേ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോഴത്തേക്കും കണ്ടോ അതങ്ങ് മെൽറ്റായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ടങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കാതെ വെച്ചിട്ട് നമ്മൾ പട്ട ഇട്ടതുകൊണ്ട് ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ പട്ടയുടെ ആ ഒരു ഫ്ലേവർ നമുക്കിതിൽ വരണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ പെട്ടെന്നൊന്നും പിരിയൊന്നുമില്ല. അങ്ങനെ എനിക്ക് ഉണ്ടാക്കിയിട്ട് ഇതുവരെയ്ക്കും അങ്ങനെ പിരിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ പാലൊക്കെ എടുക്കുന്ന പാത്രം ആയതുകൊണ്ട് നല്ല ക്ലീൻ ആയിരിക്കണം, പുളിയൊന്നുള്ള പാത്രത്തിൽ എടുക്കരുത്. അപ്പോൾ പാലൊക്കെ പിരിഞ്ഞു പോകും. അപ്പോൾ ഇത് മതി, ഈ ഒരു കൺസിസ്റ്റൻസി ആയാൽ മതി. നമുക്കിത് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പട്ട അങ്ങ് എടുത്തങ്ങ് മാറ്റാം. പട്ട അതിനകത്ത് വെക്കേണ്ട, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് കട്ടിയാവും. അപ്പോൾ പിന്നെ പട്ട എടുത്ത് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സാക്കി അവിടെ ഇരിക്കട്ടെ. അത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക്കായിട്ട് വരും. ഇനി നമുക്ക് വേണ്ടതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം, ടൈഗർ ബിസ്ക്കറ്റ്. 10 രൂപയുടെ ടൈഗർ ബിസ്ക്കറ്റ് തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ 10 രൂപ ആയതുകൊണ്ട്, വില കുറവായതുകൊണ്ടല്ല, ഈ ഒരു ബിസ്ക്കറ്റാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ
ടൈഗർ ബിസ്ക്കറ്റ് പൊടിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു 12 എണ്ണം മാത്രം മതി. ഇതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടാണുള്ളത്. പണ്ടൊക്കെ കുറച്ചും കൂടെ വലുപ്പം ഉണ്ടായിരുന്നു, പണ്ട് വേറൊരു ഷേപ്പൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറിയിട്ടുണ്ട്, പുതിയ പാക്കിംഗ് ആണ്. അതുകൊണ്ട് 10 രൂപയുടെ പാക്കറ്റ് മുഴുവൻ എടുത്തിട്ടില്ല, ബാക്കിയുണ്ട്. നമുക്ക് ചായയിൽ മുക്കി കഴിക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മളിത് ഉണ്ടാക്കി വെച്ച സംഭവമില്ലേ, ആ ഒരു ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചോ, ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇതിലും തിക്കായി വല്ലാതെ കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് പാല് തിളപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിരുന്നാൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യല്ലേ. നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് തേനാണ്. 1.5 ടേബിൾ സ്പൂൺ തേന് ചേർത്ത് കൊടുക്കാം. ഇനി തേനില്ലാന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഈ ഒരു കോമ്പിനേഷനൊക്കെ കൂടെ വരുമ്പോഴാണ്. ഇനി അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കാം. ഇത് അടിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ കറങ്ങാനൊക്കെ ഒരു ഇച്ചിരി ഒരു, എന്നാലും കുഴപ്പമൊന്നുമില്ല. നല്ല ഹൈയിലിട്ട് തന്നെയാണ് അടിച്ചെടുത്തിട്ടാണ്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് എല്ലായിടത്തും ഒന്ന് തട്ടിയിട്ട്, അത് പൊടിയൊക്കെ സൈഡിലുണ്ടാവും, അതൊക്കെ തട്ടിയിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇതുണ്ട നല്ല ക്രീമി ആയിട്ടുള്ള ലോട്ടസ് ബിസ്കോഫിൻ്റെ അല്ല, ചിക്കൂസ് ഡൈൻ ബിസ്കോഫിൻ്റെ സ്പ്രെഡാണ്. ശരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ ബിസ്കോഫ് സ്പ്രെഡ്. നല്ല ഷൈനിങ് ഒക്കെയുള്ള നമ്മുടെ സ്പ്രെഡ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഇതിപ്പോൾ ഇത്രയും ലൂസാണല്ലോ, അത് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക്കാവും. എന്ന് വെച്ചാൽ ഒരുപാട് തിക്കല്ല, നമുക്ക് ബ്രെഡിൻ്റെ മുകളിലൊക്കെ സ്പ്രെഡ് ചെയ്യാനൊക്കെ ഈസി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി തന്നെയായിരിക്കും. ഇതിപ്പോൾ എന്ന് പറയുന്നത് ഒരു റിബൺ കൺസിസ്റ്റൻസിയിലായിരിക്കും. വീഴുന്ന കണ്ടില്ല, റിബൺ വീഴുന്ന പോലെ ഉണ്ടാവും. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കൺസിസ്റ്റൻസി എന്ന് കാണിച്ചു തരാം. നമുക്ക് അടച്ച് വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ കുപ്പിക്കകത്ത് ഇട്ട് വെച്ചിരുന്നാൽ മതി കേട്ടോ, അടച്ച് അങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. തണുക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഒഴിച്ചതിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയായി പോയിട്ടുമില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത്. നല്ല നീറ്റായിരിക്കണം. അതുപോലെ മിക്സിയുടെ ജാറും നല്ല നീറ്റായിരിക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്, പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അതിനകത്തിട്ട് ഇളക്കുന്ന സ്പൂണാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് സ്പ്രെഡൊക്കെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ സ്പൂണാണെങ്കിലും ഉണങ്ങിയ സ്പൂൺ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. ഇത് നമ്മുടെ സ്പ്രെഡ് വാവ്, അടിപൊളി നല്ല സ്മൂത്തായിട്ടുള്ള സ്പ്രെഡാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി. ഇത് വാങ്ങിച്ച സ്പ്രെഡാന്നേ പറയുള്ളൂ കേട്ടോ. ഇത് വേണമെങ്കിൽ സെയിൽ ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് പറയണം, നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ബോട്ടിലാക്കി സെയിൽ ചെയ്യാം. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് റേറ്റ് ഒന്നും ചോദിക്കരുത്. റേറ്റൊക്കെ നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്താൽ മതി. സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബോട്ടിലൊക്കെ ആക്കിയിട്ട് സെയിൽ ചെയ്യാം. ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റില്ല എന്ന് പ്രത്യേകിച്ച് പറയാൻ വേണം. നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാം. കണ്ടില്ലേ എത്ര പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് നമുക്ക് ബ്രെഡിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കുറച്ചും കൂടെ എടുക്കട്ടെ. നല്ല റിച്ച് ആയിട്ട് വേണം, അപ്പോഴല്ലേ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടിട്ട് വാവ്, അടിപൊളി. നല്ല ഭംഗിയുണ്ട്, നല്ല ഗ്ലേസിങ് ഉണ്ട് കാണാനായിട്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്, അമേസിങ് ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം ബ്രെഡിന് കൂട്ടി കഴിക്കാം, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാം ഇത് വെച്ചിട്ട്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഇത്രയും എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പ്രെഡ് നമ്മൾ വീട്ടിലുണ്ടാക്കിയില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.